ഹൈ ബി പി കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണല്ലോ പലരും. ഈ ബി പി എങ്ങനെ നിയന്ത്രിക്കണം, എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് അറിയാതെ പലരും പലതരത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. ചിലരെല്ലാം അത് മരുന്നുകൊണ്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ചിലരെല്ലാം യോഗ അതുപോലെ മറ്റു വ്യായാമങ്ങളിലൂടെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഹൈ ബി പി എന്ന് പറയുന്നത് ഒരു ജീവിതശൈലി രോഗമാണ്. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതശൈലിയെയാണ്. അതുപോലെ തന്നെ നമ്മളെ ബി പി എപ്പോഴും ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ചെറുതായിട്ടൊരു ആങ്സൈറ്റി വരിക, നമ്മൾ കൂടുതൽ സ്ട്രെസ്ഫുൾ ആവുക, നമ്മൾ കൂടുതൽ എക്സസൈസ് ചെയ്യുക, അങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം നമ്മുടെ ബി പിക്ക് ചേഞ്ച് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ബി പി എപ്പോഴും നമ്മൾ റീഡ് ചെയ്യുമ്പോൾ നമ്മൾ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് വേണം ബി പി റീഡ് ചെയ്യാനായിട്ട്. അങ്ങനെ റീഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബി പി ഹൈ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈ ബി പി ഉണ്ടെന്ന് പറയും. അപ്പം നമ്മൾ അതിനകത്ത് ആദ്യം നിയന്ത്രിക്കേണ്ടത് നമ്മുടെ ജീവിതശൈലിയാണ്. ജീവിതശൈലി എന്ന് പറയുമ്പോൾ നമ്മുടെ കാര്യങ്ങൾക്ക്, നമ്മുടെ ഓരോ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ടൊരു ചിട്ട കൊണ്ടുവരിക. നമ്മൾ ഭക്ഷണക്രമം, ഉറങ്ങുന്ന സമയം, അതുപോലെ എക്സസൈസ്, ഇതെല്ലാം ഒരു ചിട്ടയായിട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ബി പി നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു ടിപ്സ് എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ഹാർട്ടിനോടൊപ്പം തന്നെ കിഡ്നിക്കും ബി പി നിയന്ത്രിക്കുന്നതിൽ വളരെയധികം പങ്കുണ്ട്. ഇതിലൊരു റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റെറോൺ മെക്കാനിസം എന്ന് പറയുന്ന റാസ് മെക്കാനിസമാണ് നമ്മുടെ ബി പിയെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കിഡ്നിയുടെ ഫംഗ്ഷൻ കറക്റ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബി പിയും അതുപോലെ തന്നെ കൺട്രോൾ ആയിട്ടിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുടിക്കുന്ന വെള്ളം, അതായത് നമ്മുടെ വാട്ടർ ഇൻടേക്ക് കറക്റ്റായിട്ടിരിക്കുക. നമ്മൾ കുടിക്കുന്ന വെള്ളം കൂടിയിരുന്നാലും കുറഞ്ഞിരുന്നാലും അത് കിഡ്നിയുടെ ഫംഗ്ഷനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളൊരു 3 ലിറ്റർ വെള്ളമെങ്കിലും കൃത്യമായിട്ട് കുടിക്കാനും ആ വാട്ടർ ഇൻടേക്ക് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ കിഡ്നി കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുകയും നമ്മുടെ ഈ റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റെറോൺ മെക്കാനിസം, ഇറാസ് മെക്കാനിസം കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് നമ്മുടെ ഈ ഇത് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് നമ്മുടെ ഈ ബി പി കറക്റ്റായിട്ട് നിയന്ത്രണത്തിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾക്ക് ബി പി പലതരത്തിൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വാട്ടർ ഇൻടേക്ക് കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ബി പി കൺട്രോളിൽ എത്തിക്കാൻ സാധിക്കുന്നതാണ്.